ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും എത്തിപ്പെടുക കേട്ടോ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗള് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരം ആട്ടപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് തോന്നുന്നത് മൈദപ്പൊടിക്കാണ്. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അപ്പക്കാരമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പക്കാരത്തിന് പകരം മുട്ട ഒഴിച്ചാലും മതി കേട്ടോ. ഒരു കോഴിമുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്കിന് നല്ല രീതിയിലൊന്ന് പൊങ്ങി കിട്ടാനും സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം ഈ പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഉപ്പൊക്കെ എത്തിക്കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോർമൽ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പാകത്തിന് കേട്ടോ. കേക്ക് അല്ലെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കില്ലേ, ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്, കട്ടിയൊന്നുമില്ലാതെ. പിന്നെ അതിലേക്ക് കുറച്ച് പിസ്ത എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നുള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ പിസ്തയുടെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഇതിന് പകരം ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മഞ്ഞ കളർ കിട്ടിക്കോളും. ഇതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കാം. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ട് ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന ചേരുവകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇഞ്ചി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടും കുറുക്കൊക്കെ ചെയ്യാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങ് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ അതാ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ടാണ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെയൊക്കെ ആണെങ്കിൽ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ബാറ്റർ മൊത്തത്തിൽ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ബബിൾസൊക്കെ ആയി വരും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ബബിളായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് മൊത്തത്തിൽ കവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബീഫോ അല്ലെങ്കിൽ മുട്ട ചിക്കിയതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാനിത് നോൺ വെജുകാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തീ പറ്റ കുറച്ച് വെക്കണം കേട്ടോ. എന്നാലാണ് അടിഭാഗം കരിയാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുള്ളൂ. ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിഭാഗമൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം നമുക്ക് ഇതൊന്നങ്ങ് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറാനും പിന്നെ മുകൾ ഭാഗം ഒന്നങ്ങ് വാട്ടറി പോലെ തോന്നുമല്ലോ. അപ്പോൾ അതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നങ്ങ് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അപ്പോൾ ഞാനിതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മുകൾ ഭാഗം കൂടി ഒന്നെങ്കിൽ കളർ വരട്ടെ. അതുപോലെ നമുക്ക് 5 മിനിറ്റ് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ടൂത്ത് ബ്രിക്ക് വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നമുക്കതിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഉൾഭാഗം നല്ല രീതിയിൽ കുക്കായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനിതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങ് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ കളറൊക്കെ കണ്ടിട്ട് എന്തായാലും കഴിക്കുകയും ചെയ്തോളും.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് കുട്ടികൾക്ക് പിസ്സ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഒറിജിനൽ പിസ്സ അല്ലെങ്കിലും അവർക്കിത് കാണുമ്പോൾ അത് ആ ഒരു മോഡലായിട്ട് തോന്നുകയും ചെയ്തോളും, അവർ കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ടൊമാറ്റോ സോസിലാണ് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണിത്. ടൊമാറ്റോ സോസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എരിവുള്ള ചമ്മന്തിൻ്റെ ഒക്കെ കൂടെ ഡിപ്പ് ചെയ്യാനായിട്ട് കിടിലൻ ടേസ്റ്റുള്ളൊരു സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്